ഹായ് ഓൾ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ലൈഫിൽ ചെയ്യാത്ത പ്രധാനപ്പെട്ട 7 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. മെൻ്റൽ സ്ട്രെങ്ത് എന്നുള്ളത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ്, ബൗണ്ടറീസ് ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ്. നമ്മൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു 5 ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, വറിയിങ് അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ ലൈഫിൽ ടെൻസ്ഡായിട്ടിരിക്കുന്നവരായിരിക്കില്ല. അവർക്ക് എപ്പോഴും എവിടെയും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസും അവരുടേതായിട്ടുള്ള ചോയ്സസും ഉണ്ടായിരിക്കും. ഈ ഒരു മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ എപ്പോഴും അവരുടെ കണ്ണിലൂടെ ആയിരിക്കും നിങ്ങളെ നോക്കിക്കാണുക, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ജീവിക്കുക. ഇത് എന്നുള്ളത് നിങ്ങളെ ലോവർ സെൽഫ് എസ്റ്റീം, ലോവർ സെൽഫ് കോൺഫിഡൻസ്, ടെൻഷൻ, ആൻസൈറ്റി തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നയിക്കും. ഈ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ്, ഇമോഷൻസ് ഇതൊന്നും നിങ്ങളുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ നിങ്ങൾ നോക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയും എത്താൻ സാധിക്കില്ല. ഇതെന്നുള്ളത് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ അറിയാം. അവർക്ക് എക്സാക്ട്ലി അറിയാം അവരുടെ ലൈഫിൽ അവർക്ക് എന്താണ് വേണ്ടത്, അവരെന്താണ് ചെയ്യേണ്ടതെന്ന്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ ഫോക്കസ് എന്നുള്ളത് അതിലേക്ക് മാത്രമായിരിക്കും. അവർ ഒരിക്കലും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെയോ മറ്റുള്ളവരുടെ റിജക്ഷൻസിനെയോ ഭയന്ന് ജീവിക്കുന്നവരായിരിക്കില്ല. ഇവരെപ്പോഴും ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരിക്കും. നമ്പർ 2, ഓവർ തിങ്കിങ് തിങ്സ്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും തന്നെ അവരുടെ എനർജി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് വേസ്റ്റ് ചെയ്ത് കളയില്ല. അതായത് ഇവരൊരിക്കലും അമിതമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കില്ല. ഇവരുടെ ഒരു തിങ്കിങ് പാറ്റേൺ എങ്ങനെയായിരിക്കുന്നു വെച്ചാൽ, ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട്, അതായത് അതിൻ്റെ ഒരു സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ലോജിക്കലായിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും ഇവരെ എടുക്കുക. ഇവരെടുക്കുന്ന ഡിസിഷൻസിലൂടെ ഉണ്ടാവുന്ന റിസ്കുകൾ, കോൺസിക്വൻസസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ അവെയർ ആയിരിക്കും ഇവർ. പക്ഷേ ഇവരൊരിക്കലും തന്നെ ആ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യില്ല. മീൻസ് ഇവരൊരിക്കലും ഫെയിലിയേഴ്സിനെ ഭയപ്പെടുന്നവരായിരിക്കില്ല. അതുപോലെ തന്നെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ഇവരെടുത്ത ഒരു ഡിസിഷനിലൂടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റീസും ഇവർ ഏറ്റെടുക്കും. നമ്പർ 4, വിഷിങ് തിങ്സ് വെർ ഡിഫറെൻറ്റ്. ഇപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയും, അന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്നെ അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ അവരുടെ ലൈഫിൽ ചെയ്യാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവരൊരുപാട് എക്സ്ക്യൂസുകൾ മുന്നോട്ട് വയ്ക്കും. അതായത് ആ ഒരു സാഹചര്യത്തെ അവർ പഴിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെയായിരിക്കില്ല. അവരുടെ സാഹചര്യങ്ങൾ ഇപ്പോൾ എത്ര മോശമാണെങ്കിലും അതൊന്നും തന്നെ അവർ കാര്യമാക്കി എടുക്കാതെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് അവരൊരിക്കലും അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതായത് ആ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ ലോകത്തിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ആയിരിക്കില്ല അവരവരുടെ ഡ്രീംസിനെയും ഗോൾസിനെയും ചേസ് ചെയ്യാൻ ഇറങ്ങിയത്. അവരുടെ ലൈഫിൽ അവർ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ആ ഒരു ഡിസിഷൻ അവർ എടുത്തിട്ടുണ്ടായിരിക്കുക. സോ ഒരു ക്ലിയർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, വ്യക്തമായിട്ടുള്ളൊരു ഗോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും എക്സ്ക്യൂസുകൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. സോ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും തന്നെ എക്സ്ക്യൂസുകൾ മുന്നോട്ട് വയ്ക്കുന്നവരായിരിക്കില്ല. നമ്പർ 5, ദേ ടേക്ക് കറക്റ്റ് ഡിസിഷൻസ്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും തന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അവരുടെ ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ളത് അത് അവരുടെ മാത്രം ചോയ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ലൈഫിലും പല ആളുകളും ഒരുപാട് സജഷൻസ് നമുക്ക് മുന്നോട്ട് വയ്ക്കും. ഇപ്പോൾ നിങ്ങളുടെ കരിയറിലാണെങ്കിൽ നീ ഒരു എഞ്ചിനീയർ ആവ്, ഡോക്ടർ ആവ്, ടീച്ചർ ആവ്, എറ്റ്സെട്ര. ഇത്തരത്തിലുള്ള ഒരുപാട് സജഷൻസ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളിലേക്ക് തന്നുകൊണ്ടേയിരിക്കും. സോ ഇത്തരം കണ്ടീഷനിൽ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പെർമിഷൻ നൽകുക അവർക്ക് മാത്രമായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും തന്നെ മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കില്ല എന്നുള്ളതല്ല. അവരെല്ലാ കാര്യങ്ങളെയും കേട്ടിട്ട് ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക അവരായിരിക്കും. അതായത് അവർ ഒരിക്കലും തന്നെ ബ്ലൈൻഡ്ലി ഒരാളെ ഫോളോ ചെയ്യില്ല. ഇതാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി മാറ്റുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഇൻട്രസ്റ്റും ഇമോഷൻസും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ വലിയ രീതിയിലുള്ള സ്ട്രഗിൾസിലേക്ക് നയിക്കും. നമ്പർ 6, ദേ നോ ഹൗ ടു സേ നോ
എക്സാക്ട്ലി. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അവരൊരിക്കലും അവരുടെ എനർജിയും ടൈമും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവില്ല. അവരൊരിക്കലും മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ആരോടാണെങ്കിലും വളരെ ബോൾഡായിട്ട് അവർക്ക് നോ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരൊരിക്കലും അവരുടെ ലൈഫിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നൈസ് ഗേ ആയിട്ടിരിക്കാൻ ശ്രമിക്കില്ല. ഇവരെപ്പോഴും ഒരു ഹൈ വാല്യൂ മെൻ ആയിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ നോ എന്ന് പറയാനുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസസ് കൊണ്ടുവരും. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, മറ്റ് ബാഡ് ഹാബിറ്റ്സ്, ഇതിനൊക്കെ നിങ്ങൾക്ക് കിറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഹൈ വാല്യൂ മെൻ ആയിട്ട് മാറാൻ സാധിക്കും. നമ്പർ 7, ദേ ഹാവ് കൺട്രോൾ ഓവർ ഇമോഷൻസ്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഇമോഷൻസിൻ്റെ മേലെ നല്ല രീതിയിലുള്ള കൺട്രോൾ ഉണ്ടായിരിക്കും. അതായത് അവരിപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടില്ല, പെട്ടെന്ന് സങ്കടപ്പെടില്ല. ആ ഒരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കും അവർ റിയാക്ട് ചെയ്യുക. സോ മെൻ്റലി സ്ട്രോങ് ആവുക എന്നുള്ളത് നമ്മളുടെ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നമ്മളുടെ പ്രാക്ടീസിനോടൊപ്പം തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസും ബൗണ്ടറീസും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവുന്നത്. സോ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആണോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.